എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ഡെമോ വീഡിയോ ഓഫ് ഹിസാബ് കിതാബ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ഇന്ന് ഞാൻ ഫുൾ ഡെമോ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ഹിസാബ് കിതാബ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഡെമോ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. ഈ ഹിസാബ് കിതാബ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, അത് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എത്രയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഡെമോ വീഡിയോ സ്റ്റാർട്ടാക്കാൻ പോവാണ്. ആദ്യം ഐറ്റമിൽ പോവുക. ഐറ്റമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റം ഫീൽഡ് ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാർകോഡും SKUവും ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ HSN GST പിന്നെ ഫിക്സ്ഡ് സെയിൽ പർച്ചേസ് MRPയും ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ഓർഡർ വേണോ അതും കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഐറ്റം നെയിമിൽ പോയിട്ട് നമ്മളൊരു പേര് സജസ്റ്റ് ചെയ്യണം. ഷർട്ട്. മെഷർമെൻറ്റ് യൂണിറ്റ് നമ്മൾ പീസായിട്ട് എടുത്തു. സെക്കൻഡറി മെഷർമെൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ ബോക്സ് ഫോർ എക്സാമ്പിൾ. പിന്നെ ഈ ബോക്സിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു പീസിൽ എത്ര ബോക്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എഴുതുക 0.1 ഫോർ എക്സാമ്പിൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കസ്റ്റം ഫീൽഡ് ഫോർ പീസാണ്. ഈ ബട്ടൺ ഓൺ ആക്കിയാൽ നമ്മളുടെ ഐറ്റമിൻ്റെ കോളമിൽ നമ്മുടെ പീസ് അവിടെ കോളമിൽ ഷോ ഓഫ് ചെയ്യും. ഇനി നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി വേരിയസ് തിങ്സ്. ഇനി നിങ്ങൾ GST അപ്ലിക്കബിൾ ഓൺ ആക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ GST റേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ GST റേറ്റ് 5% ചെയ്തു. പിന്നെ HSN കോഡ് നമ്മൾ എഴുതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാർകോഡിൻ്റെ ഹെൽപ്പ് ചെയ്തിട്ടും ചെയ്യാനാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഐറ്റം കോഡും ആഡ് ചെയ്യാനാണെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ SHRT. ഓക്കെ. പിന്നെ നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ MRP ഓഫ് സെയിൽ പ്രൈസ് ആൻഡ് പർച്ചേസ് പ്രൈസ് കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ MRP ആണ് 1500-ൻ്റെ. പിന്നെ നമ്മൾ സെയിൽ ചെയ്തു 1200 വിത്തൗട്ട് GST. ഇനി ഞാൻ പർച്ചേസ് ചെയ്യും 1000 റുപ്പീസിൻ്റെ വിത്ത് GST. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തു ബോക്സിൽ, സെയിൽ ചെയ്തു പീസിൽ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ആഡ് ചെയ്യാനാണെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇനി കാണാം ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് 10 ക്വാണ്ടിറ്റീസ്. റേറ്റ് ഉള്ളത് 950 വിത്ത് GST. ഇനി നിങ്ങൾക്കിത് സേവ് ചെയ്യാനാണെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഷോർട്ട് കട്ടിലാണെങ്കിൽ ഹിസാബ് കിതാബിൽ Ctrl+A ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലെജർ കോളം കാണാൻ പറ്റും. ലെജറിൽ പോയി കഴിഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഓപ്ഷൻ കാണുന്നില്ലെങ്കിലും നിങ്ങൾക്ക് പ്ലസ്സിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കസ്റ്റമർ ആഡ് ചെയ്യാനാണെങ്കിൽ ഗ്രൂപ്പിൽ പോയിട്ട് കസ്റ്റമർ സെർച്ച് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് വേരിയസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഫില്ലപ്പ് ചെയ്താൽ മതി. കൺട്രീസ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 1 by 1 ഫില്ലപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ GST നമ്പർ ഉണ്ടെങ്കിൽ അത് പേസ്റ്റ് ചെയ്താൽ വിത്തിൻ 1 സെക്കൻഡ് എല്ലാം ഫില്ലപ്പ് ആയിക്കോളും. ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ എല്ലാം ഫില്ലപ്പായി. ഇനിയിപ്പോൾ ക്രെഡിറ്റ് പീരിയഡ് ഫില്ലപ്പ് ചെയ്യുകയാണെങ്കിൽ ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ സെയിൽ ചെയ്യാൻ പോകുന്ന 1 മന്തിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ലേറ്റ് പേയ്മെൻറ്റ് ഡൺ ചെയ്തു. പിന്നെ ഞാൻ ചെയ്തു 5% ഇൻട്രസ്റ്റ് ചാർജ്. ഇനിയിപ്പോൾ ബ്രോക്കറേജ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് ലിമിറ്റ് 2 ഉള്ളത്, എമൗണ്ടും ഇൻവോയ്സും. ഇനി നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ലിമിറ്റ് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ഉണ്ട്. അവർക്ക് ഞാൻ സെയിൽ ചെയ്തു 50,000 ക്രെഡിറ്റ് ലിമിറ്റ്. സപ്പോസ് ഞാൻ എൻ്റെ കസ്റ്റമറിന് 50,000-ക്കാട്ടും കൂടുതൽ സെയിൽ ചെയ്യാണ് ഫോർ മൾട്ടിപ്പിൾ ഇൻവോയ്സ്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ 2 ഓപ്ഷൻ വരും. വോൺ വേണോ അതോ ബ്ലോക്ക് വേണോ എന്ന്. ബട്ട് ഇതൊക്കെ ഇൻവോയ്സ് ബേസ്ഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ഇൻവോയ്സ് അടിക്കുകയാണ് 50,000-ക്കാട്ടും കുറവ്, അപ്പോൾ ഇതൊന്നും ആവില്ല. വോണും ബ്ലോക്കിൻ്റെ ഒന്നും പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ വോണും ബ്ലോക്കിൻ്റെയും പ്രശ്നം വരാണ്ടിരിക്കാനാണെങ്കിൽ ലെസ് ദെൻ 50,000 അടിച്ചാൽ ഒന്നും ആവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻ്റ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് ലിമിറ്റും ക്രെഡിറ്റ് എമൗണ്ടിൻ്റെയും ബേസ്ഡ് ആയിരിക്കും ഓൺ യുവർ റെസ്പെക്റ്റീവ് റിക്വയർമെൻറ്റ്. ഇപ്പോൾ ഞാൻ നോയിന് ക്ലിക്ക് ചെയ്യാണ്. ഇനി നമുക്ക് ബിൽ വൈസിൽ കാണാൻ പറ്റും ഓപ്പണിംഗ് ബിൽ വൈസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ബിൽ വൈസ് വേണ്ടെങ്കിൽ എമൗണ്ട് ഫിൽ ചെയ്താൽ മതി. എത്ര ഡ്യൂ ആണ് ഇരിക്കുന്നത് ആ എമൗണ്ട് ഫില്ലപ്പ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് സേവ് ചെയ്യാനാണെങ്കിൽ Ctrl+A അമർത്തിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ലെജറും ഐറ്റമും. ഈ 2 ഫീച്ചർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആദ്യമായിട്ട് എല്ലാം
ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആവശ്യം വരില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഹിസാബ് കിതാബ് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സെയിലും പർച്ചേസും മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി, ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഫീച്ചറാണത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പർച്ചേസിന് സ്റ്റാർട്ട് ചെയ്യാം. പർച്ചേസിൽ പോയി കഴിഞ്ഞിട്ട് ഇൻവോയ്സ് നമ്പറും ഇൻവോയ്സ് ഡേറ്റും ആഡ് ചെയ്യുക. പിന്നെ സെലക്ട് പാർട്ടി വരും, നമുക്ക് ഏതെങ്കിലും പാർട്ടി സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഐറ്റം ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം ഐറ്റം കോഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു SHRT, അത് ഷോർട്ട് കട്ടാണ്. SHRT നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാം വന്നോളും. പിന്നെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റി പീസ് 25 ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്കൗണ്ട് റേറ്റ്, ടാക്സ് റേറ്റ്. പിന്നെ നമുക്ക് കാണാൻ പറ്റും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റിന് കാണാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് പിക്ചർ എന്തെങ്കിലും ആഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനാണെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും TDS, TCS, പിന്നെ അങ്ങനെ കുറേയൊക്കെ. എന്തെങ്കിലും നോട്ട് ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സേവ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ എനിക്ക് പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുക ക്യാഷ് ഫോർ എക്സാമ്പിൾ. പിന്നെ ഞാൻ സെലക്ട് ചെയ്യുക മോർ, ദാറ്റ് ഈസ് ക്യാഷ്. പിന്നെ റെഫറൻസ് ഡേറ്റ ആഡ് ചെയ്യാൻ പറ്റും, ഫോർ എക്സാമ്പിൾ 2501. പിന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ Ctrl+P ആൻഡ് Ctrl+A ഫോർ ന്യൂ സേവ് ഓൾസോ. ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ Ctrl+P ആൻഡ് A, അപ്പോൾ പ്രിൻ്റായി. ഇതിപ്പോൾ നമ്മുടെ A4 സൈസിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് A4 സൈസ് വേണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്, പ്രിൻറ്റ് സെറ്റിംഗ്, ഇതിപ്പോൾ ഓപ്ഷൻ കുറേ ഉണ്ട്. ഓക്കെ, A4, ലാൻഡ്സ്കേപ്പ്, അങ്ങനെ 6 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ്റെ ത്രൂ പ്രിൻ്റായിട്ട് വന്നോളും. ഓക്കെ, ഇനിയിപ്പോൾ പാറ്റേൺ നമ്മുടെ 4 ഉള്ളത്. ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് സെലക്ട് ചെയ്താൽ അതിൻ്റെ പ്രിൻ്റ് അങ്ങനെ വന്നോളും. ഓക്കെ, ഏത് ഫോർമാറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്താൽ മതി. ഇനി നമുക്ക് കാണാൻ പോകുന്നത് AI ഏജൻറ്റ്സ് ആണ്. അത് നമുക്ക് പർച്ചേസിന് വേണ്ടി ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്ക് എക്സ്പെൻസ് കോളമിൽ പോയിട്ട് പിന്നെ എക്സ്പെൻസ് ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോണത് നമ്മുടെ സോഫ്റ്റ്വെയർ ഒരു നോർമൽ സോഫ്റ്റ്വെയർ അല്ല, AI പവേർഡ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഡോക്യുമെൻറ്റ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇതിൽ. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ പേജസ് ആണെങ്കിൽ 1 ബില്ല് വരും, പിന്നെ 1 പേജ് 1 ബില്ല് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് 10 ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്, ഇത്രയും ഒരുമിച്ച് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണത്. നിങ്ങൾക്കിപ്പോൾ KBSലാണെങ്കിലും PDF ത്രൂ ആണെങ്കിലും 1 to 2 MBയിലാണെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിൽ എല്ലാം സപ്പോർട്ട് ചെയ്യണത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ലാംഗ്വേജിൻ്റെ ത്രൂ ആണ് എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നത് ഇതിൽ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നോട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാസ്വേഡ്സ് ആയിട്ട് നോട്ടിൻ്റെ ആണെങ്കിൽ ഇനിയിപ്പോൾ പാസ്വേഡ് റിമൂവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കണ്ടു കഴിഞ്ഞ് പർച്ചേസ്, AI ഏജൻസി. ഇനി നമുക്ക് സെയിൽസ് നോക്കാം. നമ്മൾ സെയിൽസിൽ ടൈപ്പ് ചെയ്തിട്ട് ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റും വന്നു. പിന്നെ പാർട്ടി സെലക്ട് ചെയ്തു, പിന്നെ ഐറ്റം സെലക്ട് ചെയ്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്താൽ മതി. 1 മിനിറ്റ്. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രിൻ്റ് വന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് യൂണിക് ബാർകോഡിൻ്റെ ത്രൂ ആഡ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിലിപ്പോൾ. ഇനി നിങ്ങൾക്ക് പേ ചെയ്യണം UPIൻ്റെ ത്രൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ട് തന്നെ ബാർകോഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ബാർകോഡ് ഇപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാർകോഡ് വേണമെങ്കിൽ ഇപ്പോൾ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളിത് ഓൺ ആക്കിയാൽ മതി. പേയ്മെൻറ്റ് QR കോഡ് ഓണാക്കി സേവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ഒരു ബാർകോഡ് വന്നു. അതിൻ്റെ ഹെൽപ്പിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇൻവോയ്സ് ബില്ല് കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ട് അത് ഒരു ലുക്കാണ്. ഓക്കെ, നല്ല ഹെൽപ്ഫുള്ളാണ് ഈ ബാർകോഡിൻ്റെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ റിസിപ്റ്റ് ആഡ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് റിസിപ്റ്റിൽ പോയി കഴിഞ്ഞാൽ
നമുക്ക് സെലക്ട് പാർട്ടി ഇപ്പോൾ റിലയൻസിൽ പോയി കഴിഞ്ഞിട്ട് സെലക്ട് പാർട്ടി ആഡ് ചെയ്തു. പിന്നെ സെറ്റിൽ ഇൻവോയ്സ് ആഡ് ചെയ്തു. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്യൂ എമൗണ്ട് കാണാൻ പറ്റും 56,500. നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എമൗണ്ട് ആഡ് ചെയ്യുന്നു 25,000. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ത്രൂ ആണോ കിട്ടിയത്, ബാങ്ക് ത്രൂ ആണോ കിട്ടിയത്, അങ്ങനെ സെലക്ട് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും നോട്ട് ചെയ്യാനാണെങ്കിൽ നോട്ട് എഴുതിയാൽ മതി. ഇതിപ്പോൾ ഞാൻ എഴുതുന്നു. പിന്നെ സേവ് ചെയ്യാനാണെങ്കിൽ Ctrl+A അമർത്തിയാൽ മതി, സേവ് ആയിക്കോളും. പിന്നെ റിസിപ്റ്റും പേയ്മെൻറ്റും എൻട്രി ഒക്കെ സെയിം ആണ്. ഇനി നിങ്ങൾക്ക് AI ത്രൂ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് പോയാൽ മതി, AI ഏജൻസിൽ പോയാൽ മതി. AI ഏജൻസിൽ പോയിട്ട് സെയിൽസിൽ പോവുക. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് സ്കാൻ PDF ഫോർമാറ്റ്. ഇനിയിപ്പോൾ എത്ര എൻട്രീസ് ഉണ്ടെങ്കിലും 10,000 2,000 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എൻട്രീസ് ചെയ്യാനാണെങ്കിൽ ചെയ്യാൻ പറ്റും ബിക്കോസ് ഓഫ് AI ഏജൻസ്. ഇനിയിപ്പോൾ വീഡിയോ വേണമെങ്കിൽ ബാങ്ക് AI ഏജൻസിയുടെ അത് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്, അതിൽ പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കിട്ടിക്കോളും. ഇവിടെ ഞാനത് പറഞ്ഞൊരു ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് റിപ്പോർട്ട്സ് കാണാനാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ബാലൻസ് അതൊക്കെ ഇതിൽ കാണാൻ പറ്റും. അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് ത്രൂ ആണ്. നിങ്ങൾക്ക് ഏത് റിപ്പോർട്ട് വേണമെങ്കിലും ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് കാണാനാണെങ്കിലും കാണാൻ പറ്റും. പിന്നെ ഇൻവെൻറ്ററി റിപ്പോർട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ ത്രൂ എല്ലാ റിപ്പോർട്ടും ഇതിൽ വന്നോളൂ. പിന്നെ നമ്മളുടെ ഈ ഹിസാബ് കിതാബിൽ GST റിട്ടേൺ ഫയലിലും കാണാൻ പറ്റും. ടാക്സ് റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ GST R1 പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ GST റിട്ടേൺ ഒക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ E-way ബിൽ, ഇൻവോയ്സും ഒക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ 1 by 1 എങ്ങനെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഡെമോ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിലും അത് ഡിസ്ക്രിപ്ഷനിൽ വന്നോളും. ഫോർ എക്സാമ്പിൾ GST റിട്ടേൺ ഫയൽ വേണമെങ്കിലും, പിന്നെ E-way ബിൽ, ഇൻവോയ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, പർച്ചേസ് ആൻഡ് സെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ഡയറക്റ്റ്ലി ക്ലയൻറ്റ് പേയ്മെൻറ്റ് വാട്സപ്പിൻ്റെ ത്രൂ സെൻഡ് ചെയ്യാൻ പറ്റുന്നതും അതൊക്കെ ഇതിൽ ഡെമോ വീഡിയോ നമ്മൾ തന്നിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അത് നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഡെമോ വീഡിയോ ഓഫ് ഹിസാബ് കിതാബ്. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയിപ്പോൾ കുറേ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ hisabkitab.co എഴുതിയാൽ മതി, ആ ID കിട്ടിക്കോളും. താങ്ക് യു.